ഇന്നത്തെ വീഡിയോയുടെ 10 പ്രധാന നാഴികക്കല്ലുകൾ. ദാരുവനത്തിലെ ഋഷിമാരുടെ അഹങ്കാരം, മന്ത്രശക്തിയിൽ അമിത വിശ്വാസം. ഋഷിമാരുടെ അഹങ്കാരം തകർക്കാൻ മഹാദേവൻ ഭിക്ഷുവിന്റെ വേഷത്തിൽ എത്തുന്നു. ഭഗവാൻ മുയലകനെന്ന അസുരനെ കാൽക്കീഴിൽ ചവിട്ടി താണ്ഡവം ആരംഭിക്കുന്നു. ദരിദ്രനായ ഒരു ഭക്തന്റെ കഥയും അതിലെ സാരാംശവും. ശിവപുരാണം 6-ാം പേജിന്റെ വിവർത്തനം. പതഞ്ജലി വ്യാഘ്രപാദരുടെ പ്രാർത്ഥന, ദിവ്യനൃത്തം നേരിട്ട് കാണാനുള്ള ആഗ്രഹം. ചിദംബരത്തിലെ ആനന്ദതാണ്ഡവം, നടരാജമൂർത്തിയായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. ഖരന്റെ ഘോരതപസ്. ഭഗവാന്റെ പ്രത്യക്ഷപ്പെടലും 3 ദിവ്യശിവലിംഗങ്ങളുടെ ദാനവും. നമഃ ശിവായ. മഹാദേവന്റെ അനുഗ്രഹത്തോടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ആദ്യം ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ മനസ്സിനെ ശാന്തമാക്കാം. തുടർന്ന് മഹാദേവന്റെ ഒരു മനോഹരമായ പുരാണകഥയും പങ്കുവയ്ക്കാം. അതിനുശേഷം ഇന്നത്തെ വിഷയം വിശദമായി നോക്കാം. കണ്ണുകൾ ഒന്ന് മൃദുവായി അടയ്ക്കൂ. ഒരു ദീർഘശ്വാസം എടുക്കൂ. മഹാദേവന്റെ നാമം മനസ്സിൽ ഒരു പ്രാവശ്യം വിളിക്കൂ. നമഃ ശിവായ. ഇന്ന് നമ്മൾ കൃഷ്ണൻ എന്നൊരു ബാലന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഹിമാലയത്തിന് സമീപം ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ കൃഷ്ണൻ എന്നൊരു ബാലൻ താമസിച്ചിരുന്നു. അവൻ ദരിദ്രനായിരുന്നു, പക്ഷേ വളരെ ഭക്തനായിരുന്നു. അവന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം ഒരു ദിവസം മഹാദേവനെ നേരിൽ കാണണം എന്നായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടു കാരണം അവന് അകലെയുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും മഹാദേവനോടുള്ള അവന്റെ ഭക്തി വളരെ ആഴമേറിയതായിരുന്നു. അതിനാൽ അവൻ ഓരോ ദിവസവും ഒരു ചെറിയ കല്ല് എടുത്ത് അത് നന്നായി കഴുകി വൃത്തിയാക്കി അതിനു മുകളിൽ ഒരു പൂവ് വയ്ക്കുമായിരുന്നു. അതിനുശേഷം ആ കല്ലിനെ മഹാദേവനായി കരുതി ഭക്തിയോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ ചില കുട്ടികൾ അവനെ പരിഹസിച്ചു സംസാരിച്ചു. "നീ ഒരു കല്ല് വെച്ച് മഹാദേവനെ വിളിച്ചാൽ പ്രാർത്ഥനയാകുമോ?" കൃഷ്ണൻ പറഞ്ഞു, "ഞാൻ കല്ലില്ല പ്രാർത്ഥിക്കുന്നത്, എന്റെ ഹൃദയം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്." അന്ന് രാത്രി കൃഷ്ണൻ കരഞ്ഞുകൊണ്ട് ഉറങ്ങി. "മഹാദേവാ, എനിക്ക് നിന്നെ ഒന്ന് കാണാം, ഒരു നിമിഷം മാത്രം മതി." അർദ്ധരാത്രിയായപ്പോൾ കൃഷ്ണന്റെ കുടിലിൽ ഒരു മൃദുവായ പ്രകാശം നിറഞ്ഞു. അവൻ കണ്ണു തുറന്നപ്പോൾ മുന്നിൽ ഒരു സുന്ദരനായ ഭിക്ഷാടകനെ കണ്ടു. ഭിക്ഷാടകൻ ചോദിച്ചു, "കൃഷ്ണാ, നീ എന്തിനാണ് കരയുന്നത്?" കൃഷ്ണൻ പറഞ്ഞു, "എനിക്ക് എന്റെ മഹാദേവനെ കാണാം. പക്ഷേ ഞാൻ ഒരു ദരിദ്രനാണ്, എനിക്ക് മഹാദേവനെ കാണാൻ കഴിയുമോ?" ഭിക്ഷാടകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മഹാദേവനെ കാണാൻ പണമോ ക്ഷേത്രമോ വേണ്ട. ഒരു സത്യസന്ധമായ ഹൃദയം മാത്രം മതി." ഭിക്ഷാടകൻ കൃഷ്ണന്റെ തലയിൽ കൈവച്ചു. അപ്പോൾ മുഴുവൻ കുടിലും പ്രകാശം കൊണ്ട് നിറഞ്ഞു. ഭിക്ഷാടകൻ തന്റെ യഥാർത്ഥ രൂപം കൃഷ്ണൻ കാണിച്ചു കൊടുത്തു. ജടയിൽ ഗംഗയും നെറ്റിയിൽ ചന്ദ്രനും കഴുത്തിൽ നീലകണ്ഠത്തിന്റെ തിളക്കവും ഉള്ള മഹാദേവന്റെ രൂപം. മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നീ ഓരോ ദിവസവും കഴുകിയ കല്ലിലും ഞാൻ ഉണ്ടായിരുന്നു. എന്നാൽ നിന്റെ കണ്ണുകൾ അത് കാണാതെ പോയി." കൃഷ്ണൻ സന്തോഷക്കണ്ണീരോടെ ചോദിച്ചു, "ഞാൻ എന്താണ് എന്റെ മഹാദേവന് തരേണ്ടത്?" മഹാദേവൻ പറഞ്ഞു, "നിന്റെ ഹൃദയം ശുദ്ധമാക്കി വെക്കുക, അതുമാത്രമാണ് എനിക്ക് വേണ്ടത്. അവിടെ ഞാൻ എപ്പോഴും വസിക്കും. എനിക്ക് എന്റെ ഭക്തന്റെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം." അങ്ങനെ പറഞ്ഞ് മഹാദേവൻ പ്രകാശമായി മാറി. കൃഷ്ണൻ ആ പ്രകാശം ഹൃദയത്തിൽ നിറഞ്ഞതായി അനുഭവിച്ചു. അന്നു മുതൽ ഗ്രാമത്തിലെ എല്ലാവരും പറഞ്ഞു, "മഹാദേവൻ ദരിദ്രന്റെ വീട്ടിൽ വന്ന രാത്രി." കഥ പറയുന്ന സത്യം. മഹാദേവനെ കാണാൻ വലിയ യാഗങ്ങൾ വേണ്ട. വലിയ ക്ഷേത്രങ്ങൾ വേണ്ട. ഒരു സത്യസന്ധമായ ഹൃദയം മാത്രം മതി. നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏറെ ഗൗരവമുള്ള ചില ആത്മീയ സത്യങ്ങൾ കണ്ടു. നമ്മുടെ ഉള്ളിലെ ബോധം തന്നെയാണ് ഈശ്വരൻ എന്ന് പഠിപ്പിക്കുന്ന ചിദാകാശം അഥവാ ആകാശലിംഗത്തിന്റെ മഹത്തായ പൊരുൾ നമ്മൾ മനസ്സിലാക്കി. 21,600 സ്വർണ്ണ തകിടുകളും 72,000 നാഡികളും പ്രതിനിധീകരിക്കുന്ന ശരീരശാസ്ത്ര വിസ്മയമായ ആ വാസ്തുവിദ്യയും രൂപമില്ലാത്ത പ്രപഞ്ചനാഥന്റെ അദൃശ്യ സാന്നിധ്യം തിരിച്ചറിയുന്ന സ്വർണ്ണ വിൽവ മാലയുടെ ദിവ്യനിമിഷങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. കൂടാതെ പതഞ്ജലിയും വ്യാഘ്രപാദരും പകർന്നു നൽകിയ ജ്ഞാന പാരമ്പര്യത്തെക്കുറിച്ചും നമ്മൾ കണ്ടു.
ഏറ്റുമാനൂർ ഐതിഹ്യത്തിലെ ഖരൻ രാമായണത്തിലെ ഖരനിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തനായ ഒരു ആത്മീയ വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു സിദ്ധസ്വഭാവമുള്ള ശിവഭക്തനായി ചിത്രീകരിക്കപ്പെടുന്നു. അസുരവംശത്തിൽ ജനിച്ചിട്ടും ആത്മീയ ഉന്നമമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുഖ്യസന്ദേശം. പിതാവ് ശിവഭക്തനായ അസുരൻ കാമഭീരു. മാതാവ് കുംഭിനി. ചില ഐതിഹ്യങ്ങളിൽ മാലി വംശവുമായുള്ള ബന്ധവും സൂചിപ്പിക്കപ്പെടുന്നു. രാമായണത്തിൽ ഖരൻ ഒരു യുദ്ധവീരനാണ്, എന്നാൽ ഏറ്റുമാനൂരിലെ ഖരൻ പാപമോചനത്തിനായി ശ്രമിക്കുന്ന ആത്മാവാണ്. ഇവിടെ യുദ്ധമല്ല പ്രധാനം, ഭക്തിയും ആത്മീയതയുമാണ് കേന്ദ്രവിഷയം. ബാല്യത്തിൽ തന്നെ ശിവഭക്തിയിലേക്ക് തിരിഞ്ഞ ഖരൻ പ്രകൃതിയിലെ ശിവചൈതന്യത്തെ തേടി യാത്ര തിരിച്ചു. വ്യാഘ്രപാദ മഹർഷിയെപ്പോലുള്ള മുനിമാരിൽ നിന്ന് അദ്ദേഹം ശിവത്വം അഭ്യസിച്ചു. യുദ്ധത്തിനല്ല ഈ യാത്ര, മറിച്ച് ശിവലിംഗ പ്രതിഷ്ഠയ്ക്കായി ദക്ഷിണ ഭാരതത്തിലേക്കുള്ള ഒരു ആത്മീയ പ്രയാണം കൂടിയായിരുന്നു അത്. തുടരുന്നതിനു മുൻപ് ചിദംബരത്തെക്കുറിച്ച് ചില അടിസ്ഥാന കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. ചിദം എന്നാൽ ചൈതന്യം എന്നും അംബരം എന്നാൽ ആകാശം എന്നുമാണ് അർത്ഥം. അതായത് ചിദാകാശം എന്നാൽ ജ്ഞാനാകാശം അല്ലെങ്കിൽ ദൈവിക ബോധം എന്നാണ് അർത്ഥമാക്കുന്നത്. തമിഴ്നാട്ടിലെ അതിപ്രധാനമായ ഒരു ശിവഭക്തി കേന്ദ്രമാണിത്. ഭഗവാൻ ശിവനെ നടരാജ രൂപത്തിൽ ആരാധിക്കുന്ന അത്യന്തം വിശിഷ്ടമായ സ്ഥലം കൂടിയാണ് ചിദംബരം. ഇനി കഴിഞ്ഞ ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഉത്തരം അറിയാമെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ മതത്തെയും വിശ്വാസത്തെയും അടുത്തറിയുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഏറ്റുമാനൂർ കഥയിലെ ഖരനെ രാമായണത്തിലെ ഖരനിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന പ്രധാന കാര്യം ഏതാണ്? എ. ഇരുവരും ഒരേ വ്യക്തിയാണ്. ബി. ഒരാൾ ശിവഭക്തൻ, മറ്റാൾ യുദ്ധവീരൻ. സി. ഇരുവരും അസുരന്മാരല്ല. ടി. ഇരുവരും ശിവക്ഷേത്രം സ്ഥാപിച്ചു. ഖരന്റെ പിതാവ് ആരായിരുന്നു? എ. ദക്ഷൻ. ബി. മഹാദേവൻ. സി. കാമഭീരു. ഡി. ഭൂമികാന്തൻ. ഖരന്റെ മാതാവായി ക്ഷേത്രപുരാണങ്ങളിൽ പറയപ്പെടുന്നത് ആരെയാണ്? എ. രാഘ. ബി. ദേവയാനി. സി. ശിവദേവി. ഡേ. കുംഭിനി. ഖരൻ ആത്മീയമായ വഴിയിലേക്ക് തിരിയാൻ കാരണമായ ആന്തരിക ചോദ്യം ഏതാണ്? എ. ഞാൻ എവിടെ പോകണം? ബി. എനിക്ക് ശക്തി എങ്ങനെ ലഭിക്കും? സി. ഞാൻ ആരാണ്? എന്റെ ജന്മത്തിന്റെ അർത്ഥം എന്താണ്? ഡി. ഞാൻ രാജാവാകുമോ? ഖരന്റെ ഗുരുവായി ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നത് ആരെയാണ്? എ. സദാശിവൻ. ബി. വ്യാഘ്രപാദ മഹർഷി. സി. വല്ലേന്ദു മഹർഷി. ഡി. ആദിപുരുഷൻ. ഖരൻ ഗുരുവിനെ കണ്ടെത്താൻ ഏത് സ്ഥലങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത്? എ. നഗരങ്ങളും രാജധാനികളും. ബി. വനങ്ങളും ആശ്രമങ്ങളും. സി. യുദ്ധഭൂമികളും കോട്ടകളും. ഡി. തീർത്ഥാടന കേന്ദ്രങ്ങൾ മാത്രം. ചിദാകാശം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഏതാണ്? എ. പുറത്തു കാണുന്ന ആകാശം. ബി. മനുഷ്യ ശരീരത്തിലെ ശ്വാസകോശം. സി. നമ്മുടെ ഉള്ളിലെ ബോധമായ ആകാശം. ഡി. ക്ഷേത്രത്തിന്റെ മേൽക്കൂര. 8. ചിദംബരത്ത് ശിവൻ ഏത് ലിംഗരൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്? എ. ഭൂലിംഗം. ബി. ജലലിംഗം. സി. അഗ്നിലിംഗം. ഡി. ആകാശലിംഗം. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായത് ഏതാണ്? എ. ഭൂമി. ബി. ജലം. സി. അഗ്നി. ഡി. ആകാശം. തില്ലൈ വനം എന്നത് എന്തുകൊണ്ടാണ് പ്രശസ്തമായത്? എ. വലിയ രാജധാനിയായതിനാൽ. ബി. കണ്ടൽ ചെടികൾ നിറഞ്ഞ വനമായതിനാൽ. സി. യുദ്ധഭൂമിയായതിനാൽ. ഡി. വ്യാപാരകേന്ദ്രമായതിനാൽ. പ്രേക്ഷകരുടെ സൗകര്യാർത്ഥം താഴെ പറയുന്ന പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാഹു, ഗുളിക, യാമകണ്ഠ, അഭിജിത്ത് കാലം. ശിവപുരാണ പരമ്പര. മഹാദേവന്റെ വിവിധ രൂപങ്ങൾ. പഞ്ചമുഖ മഹാദേവൻ. ക്ഷേത്ര ദർശന പരമ്പര. യുഗങ്ങളും പ്രപഞ്ച സൃഷ്ടികളും.
പുണ്യനദികളും ശരീരചക്രങ്ങളും. മഹാദേവനെപ്പറ്റി അറിയേണ്ടതെല്ലാം. നാഗശക്തികൾ, പരമ്പര. ഏറ്റുമാനൂർ ക്ഷേത്രവും ഐതിഹ്യവും. മഹാദേവ ഭക്തി കഥകൾ. ഇന്ന് പഠിക്കുന്നത് ഇത് ഏറ്റുമാനൂർ ക്ഷേത്ര പരമ്പരയിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. മുൻപത്തെ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. പ്ലേലിസ്റ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ മറ്റു വീഡിയോ പരമ്പരകളും കാണാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിദംബരത്തിന്റെ പ്രത്യേകതകളെപ്പറ്റി മനസ്സിലാക്കി. ഇന്ന് അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിൽ മഹാദേവന്റെ നടരാജ നൃത്തത്തെപ്പറ്റിയും ഖരന്റെ തപസ്സിനെപ്പറ്റിയും വിശദമായി വിവരിക്കുന്നതാണ്. അതിനു മുൻപ് ചിദംബരത്തിലെ നടരാജ നൃത്തത്തിന് കാരണമായ മറ്റൊരു കഥയിലേക്ക് കടക്കാം. ഇനി പറയാൻ പോകുന്നത് മഹാദേവന്റെ ആന താണ്ഡവ നൃത്തത്തെപ്പറ്റിയാണ്. നമ്മൾ ചിദംബരത്തെ നടരാജ നൃത്തത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്. അതിന് കാരണമായത് ദാരുവനത്തിലെ ഇനി പറയാൻ പോകുന്ന നൃത്തമാണ്. ഒരിക്കൽ ദാരുവനത്തിൽ വസിച്ചിരുന്ന മഹർഷിമാർ തങ്ങളുടെ മന്ത്രശക്തിയിലും അനുഷ്ഠാനങ്ങളിലും അമിതമായി അഹങ്കരിച്ചു. ഭഗവാനേക്കാൾ വലുത് തങ്ങളുടെ കർമ്മങ്ങളാണെന്നും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് തങ്ങളുടെ യാഗങ്ങളാണെന്നും അവർ വിശ്വസിച്ചു. അവരുടെ ഈ മിഥ്യാധാരണ മാറ്റാൻ മഹാദേവൻ ഒരു ഭിക്ഷാടനമൂർത്തിയുടെ വേഷത്തിൽ വനത്തിലെത്തി. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മുനിമാരുടെയും അവരുടെ പത്നിമാരുടെയും മനസ്സിനെ ഇളക്കിമറിച്ചു. തങ്ങളുടെ തപസ് തകരുന്നതറിഞ്ഞ ഋഷിമാർ കോപിഷ്ഠരായി. അഹങ്കാരം മൂടിയ മനസ്സോടുകൂടിയ ഋഷിമാർക്ക് മഹാദേവനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. തപശക്തിയുടെ അഹങ്കാരത്താൽ ഉന്മത്തരായ മഹർഷിമാർ ആ ഭിക്ഷുവിനെ ഭയപ്പെടുത്തി ഓടിക്കാനും തങ്ങളുടെ തപശക്തി കാണിച്ചു കൊടുക്കാനും വേണ്ടി ശ്രമിച്ചു. അതിനുവേണ്ടി തങ്ങളുടെ മന്ത്രശക്തി ദുരുപയോഗം ചെയ്യാനും തുടങ്ങി. പുലിയുടെ പരീക്ഷ, അതായത് അഹങ്കാരത്തിന്റെ രൂപത്തിന്റെ സൃഷ്ടി. ഋഷിമാർ ആദ്യം മന്ത്രശക്തിയാൽ ഒരു വലിയ പുലിയെ സൃഷ്ടിച്ചു ഭിക്ഷുവിനെ ആക്രമിക്കാൻ വിട്ടു. എന്നാൽ ഭിക്ഷു ശാന്തമായി നിന്ന് മന്ത്രവിദ്യ തരണം ചെയ്ത് പുലിയുടെ തോലുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കി ധരിച്ചു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ അഹങ്കാരം നശിപ്പിക്കേണ്ടതല്ല, അത് നിയന്ത്രണത്തിലാക്കണം. എന്നാൽ ഉന്നതി ലഭിക്കും. വിഷപ്പാമ്പുകളുടെ പരീക്ഷ, അതായത് ഭയത്തിന്റെ സൃഷ്ടി. പുലി മന്ത്രം പരാജയപ്പെട്ടപ്പോൾ ഋഷിമാർ വിഷമുള്ള പാമ്പുകളെ സൃഷ്ടിച്ചു ഭിക്ഷുവിനെ ആക്രമിക്കാൻ ഉപയോഗിച്ചു. എന്നാൽ ഭയപ്പെടുന്നതിനു പകരം അവയെ ആഭരണങ്ങളായി ധരിച്ചു. മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഭയം നിന്നെ കീഴടക്കാതിരിക്കട്ടെ, നീ അതിനെ നിയന്ത്രിക്കുമ്പോൾ അത് നിന്റെ ശക്തിയാകും. മുയലകന്റെ പരീക്ഷ, അതായത് അജ്ഞതയുടെ സൃഷ്ടി. അവസാനമായി അവർ മുയലകൻ എന്ന അസുരനെ സൃഷ്ടിച്ചു ഭിക്ഷുവിനെ നേരിടാൻ വിട്ടു. എന്നാൽ ഭിക്ഷു അവനെ കാൽക്കീഴിൽ ചവിട്ടി അവന്റെ മുകളിൽ നിന്ന് ആനന്ദതാണ്ഡവം ആരംഭിച്ചു. മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ജ്ഞാനം അജ്ഞതയെ കീഴടക്കുന്ന നിമിഷത്തിലാണ് ആത്മീയ നൃത്തം തുടങ്ങുന്നത്. ഋഷിമാർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലായി. അവർ ഭഗവാന്റെ പാദങ്ങളിൽ വീണു. അഹങ്കാരം പൂർണ്ണമായി അകന്നു. ഈ 3 പരീക്ഷകളും പറയുന്ന സത്യം ഇതാണ്. പുലി എന്നത് അഹങ്കാരത്തിന്റെ പ്രതീകവും പാമ്പുകൾ ഭയത്തിന്റെയും മുയലകൻ അജ്ഞതയും ആണ് സൂചിപ്പിക്കുന്നത്. മഹാദേവൻ ഇവയെ കീഴടക്കിയത് യുദ്ധം ചെയ്യാൻ അല്ല, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാനാണ്. ഇനി നമുക്ക് ചിദംബരത്തെ ആനന്ദ താണ്ഡവത്തെപ്പറ്റി മനസ്സിലാക്കാം. ദാരുവനത്തിൽ ഭഗവാൻ ആനന്ദ താണ്ഡവം നടത്തിയ കാഴ്ച ദിവ്യശക്തിയുള്ള എല്ലാ ദേവന്മാരും മഹർഷിമാരും അറിഞ്ഞു. ഈ വാർത്ത കേട്ട പതഞ്ജലി മഹർഷിക്കും വ്യാഘ്രപാദ മഹർഷിക്കും ആ നൃത്തം നേരിട്ട് കാണണമെന്ന വലിയ ആഗ്രഹം ഉണ്ടായി. അവർ ഭഗവാനോട് പ്രാർത്ഥിച്ചു, പ്രഭോ, അങ്ങയുടെ ആനന്ദ താണ്ഡവ നൃത്തം ഞങ്ങൾക്കും ദർശിക്കാനാകട്ടെ. ഭഗവാൻ അവരുടെ ഭക്തി കേട്ടു. അദ്ദേഹം പറഞ്ഞു, എന്റെ നൃത്തം ഇനി തില്ലൈ വനത്തിൽ, ഇന്നത്തെ ചിദംബരത്തിൽ ഭക്തർക്കായി ദർശനമാകട്ടെ. ചിദംബരത്തിലെ ആനന്ദ താണ്ഡവം. അങ്ങനെ ഭഗവാൻ നടരാജമൂർത്തിയായി തില്ലൈ വനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ പതഞ്ജലി മഹർഷിയും വ്യാഘ്രപാദ മഹർഷിയും ഭക്തിയോടെ നിന്നപ്പോൾ ഭഗവാൻ വീണ്ടും ആനന്ദ താണ്ഡവം ആടി. ചിദംബര രഹസ്യം. ഇവിടെ നിന്നാണ് ചിദംബര രഹസ്യം എന്ന ആശയം വന്നത്. അതായത് ദൈവം ഒരു വിഗ്രഹത്തിൽ മാത്രം അല്ല, ആകാശം പോലെ രൂപമില്ലാത്ത ശക്തിയായി നമ്മുടെ ഉള്ളിലും എല്ലായിടത്തും നിലകൊള്ളുന്നു. സാരാംശം. ചിദംബരം എന്നത് ജ്ഞാനത്തിന്റെ ആകാശം എന്നാണ് അർത്ഥം. അതിനാൽ ചിദംബരം എന്നാൽ നടരാജമൂർത്തി ആനന്ദ താണ്ഡവമാടുന്ന പുണ്യഭൂമിയും ദൈവം എല്ലായിടത്തും ഉള്ളതായി നമ്മെ പഠിപ്പിക്കുന്ന സ്ഥലവുമാണ്. ഇത് നമ്മെ ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കുന്നു.
ദൈവത്തെ പുറത്തു മാത്രം അന്വേഷിക്കേണ്ടതില്ല, നമ്മുടെ ഉള്ളിൽ ശാന്തിയും ഭക്തിയും ഉണ്ടെങ്കിൽ അവിടെ തന്നെയാണ് ചിദംബരം, അവിടെ തന്നെയാണ് ഭഗവാൻ ആനന്ദതാണ്ഡവം ചെയ്യുന്നത്. ഇനി നമുക്ക് ഖരന്റെ കഥയിലേക്ക് കടക്കാം. നമ്മൾ മഹാദേവന്റെ ആനന്ദ നൃത്തത്തെപ്പറ്റിയും ചിദംബരം എന്ന ചരിത്രപ്രസിദ്ധമായ സ്ഥലത്തിന്റെ പ്രത്യേകതകളെയും മനസ്സിലാക്കി. കൂടാതെ എന്തുകൊണ്ടാണ് വ്യാഘ്രപാദ മഹർഷി ഖരനോട് ചിദംബരത്തേക്ക് പോകാൻ പറഞ്ഞതെന്ന് കൂടി അറിഞ്ഞു. വ്യാഘ്രപാദ മഹർഷിക്ക് അറിയാമായിരുന്നു ഖരന്റെ ആസുര സ്വഭാവം കഴുകിക്കളയാൻ ചിദംബരത്തേക്ക് പോകേണ്ടത് ആവശ്യമാണ് എന്ന്. അങ്ങനെ ഖരൻ തന്റെ ആത്മീയ യാത്രയുടെ ഏറ്റവും കഠിനമായ ഘട്ടം ആരംഭിച്ചു. തന്റെ അസുരജന്മത്തിലെ സകല പാപങ്ങളും കഴുകിക്കളയാൻ ഖരൻ തീരുമാനിച്ചു. അദ്ദേഹം ചിദംബരത്തെ ക്ഷേത്രത്തിന് സമീപം ഒരിടത്ത് ഇരുന്നു തപസ് ചെയ്യാൻ തുടങ്ങി. ആ തപസ് വർഷങ്ങളോളം നീണ്ടുനിന്നു. ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ അദ്ദേഹം ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് തപസ്സു ചെയ്തു. പിന്നീട് ജലം മാത്രം കുടിച്ചു തപസ് തുടർന്നു. ഒടുവിൽ വായു മാത്രം ആശ്രയിച്ച് ധ്യാനത്തിലേർപ്പെട്ടു. 4 ഭാഗത്തും അഗ്നി കൂട്ടി അതിന്റെ നടുവിൽ നിന്ന് അദ്ദേഹം മഹാദേവനെ ധ്യാനിച്ചു. ഖരന്റെ ഉള്ളിൽ നിന്ന് ഉയർന്ന നമഃശിവായ മന്ത്രം പ്രപഞ്ചം മുഴുവൻ മുഴങ്ങി. അസുരനായ ഖരന്റെ ശിവഭക്തി കണ്ട് ദേവന്മാർ പോലും അത്ഭുതപ്പെട്ടു. ഒടുവിൽ ഖരന്റെ തപസ്സിൽ സംപ്രീതനായി ഭഗവാൻ പരമശിവൻ പാർവതീ സമേതനായി പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ജടയിൽ നിന്ന് ഗംഗാനദി ഒഴുകുന്നുണ്ടായിരുന്നു. നെറ്റിയിൽ ചന്ദ്രക്കല തിളങ്ങി. ആ തേജസ് കണ്ട് കണ്ണുതുറന്ന ഖരൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണു. ഖരന്റെ തപസ് കണ്ട ഭഗവാൻ സന്തോഷത്തോടെ ചോദിച്ചു, ഖരാ, നിനക്ക് എന്താണ് വേണ്ടത്? ഖരൻ വിനയത്തോടെ മറുപടി നൽകി, ഭഗവാനേ, എനിക്ക് അധികാരമോ സ്വർണമോ വേണ്ട. അങ്ങയുടെ ദിവ്യചൈതന്യം എപ്പോഴും എന്റെ കൂടെയുണ്ടാകണം. ലോകത്തിലെ ആളുകൾക്ക് അങ്ങയെ ആരാധിക്കാൻ ഒരു മാർഗം ഞാൻ സൃഷ്ടിക്കണം. ഭഗവാൻ സന്തോഷിച്ചു. അദ്ദേഹം തന്റെ പക്കലുണ്ടായിരുന്ന 3 ദിവ്യശിവലിംഗങ്ങൾ ഖരൻ നൽകി. ഇവ സാധാരണ ലിംഗങ്ങളല്ല, ഭഗവാൻ തന്നെ ആരാധിച്ചിരുന്ന അത്യന്തം പവിത്രമായ ലിംഗങ്ങൾ ആയിരുന്നു. അവ നൽകിക്കൊണ്ട് ഭഗവാൻ നിർദ്ദേശങ്ങൾ നൽകി, ഈ ലിംഗങ്ങൾ അതീവ ശക്തിയുള്ളവയാണ്. പ്രതിഷ്ഠിക്കുന്നതുവരെ നീ പൂർണ്ണമായ ശുദ്ധി പാലിക്കണം. ഒരു നിമിഷം പോലും ഇവ നിലത്തു വെക്കരുത്. എവിടെയാണോ നീ ആദ്യമായി ഇവ നിലത്തു വെക്കുന്നത് അവിടെ തന്നെ ഇവ ഉറച്ചുപോകും. അത് നിന്റെ യാത്രയുടെ അവസാനമായിരിക്കും. സൂര്യോദയത്തിന് മുമ്പ് യാത്ര ആരംഭിച്ച് പകൽ അവസാനിക്കുന്നതിന് മുമ്പ് ഇവ പ്രതിഷ്ഠിക്കണം. ഖരൻ ഭഗവാന്റെ വാക്കുകൾ ശിരസാവഹിച്ചു. വലതുകൈയിൽ ഒരു ലിംഗം, ഇടതുകൈയിൽ മറ്റൊന്ന്, മൂന്നാമത്തേതു വായിൽ. അദ്ദേഹം വായുമാർഗം യാത്ര തുടങ്ങി. യാത്ര അതീവ ദിവ്യമായിരുന്നു. ഓരോ ചുവടിലും അദ്ദേഹം നമഃശിവായ ജപിച്ചു. അവന്റെ ലക്ഷ്യം കേരളം ആയിരുന്നു. സഹ്യപർവ്വതം കടന്നപ്പോൾ പച്ചപ്പും കായലുകളും മണ്ണിന്റെ സുഗന്ധവും എല്ലാം അവന്റെ ഹൃദയത്തിൽ ആനന്ദം നിറച്ചു. യാത്രയുടെ ദീർഘതയും കൈകളിൽ കരുതിയിരുന്ന ലിംഗങ്ങളുടെ ദിവ്യഭാരവും ഖരനെ വല്ലാതെ തളർത്തി. താൻ നിൽക്കുന്ന സ്ഥലം അതീവ പവിത്രമാണെന്ന് ഖരൻ വ്യക്തമായി തോന്നി. ദാഹവും ക്ഷീണവും സഹിക്കാനാവാതെ വന്നപ്പോൾ ഒരു നിമിഷം വിശ്രമിക്കാനായി അവൻ ലിംഗങ്ങൾ താഴെ വെച്ചു. മനുഷ്യരൂപത്തിൽ അല്ല, ദേവ ദൂതന്മാർക്കുള്ളതുപോലെ അമാനുഷിക വ്യാപ്തിയുള്ള രൂപത്തിൽ ആയിരുന്നു ഖരൻ സഞ്ചരിച്ചിരുന്നത്. അതിനാൽ അവന്റെ കൈകൾ, ശരീരം, ചുവടുകൾ എല്ലാം മനുഷ്യരുടെ അളവുകളിൽ കെട്ടിപ്പിടിക്കാനാവാത്തവിധം വ്യാപിച്ചിരുന്നു. വലതുകൈയിലേത് ഒരു ഭാഗത്ത്, ഇടതുകൈയിലേത് മറ്റൊരു ഭാഗത്ത്, വായിൽ പിടിച്ചിരുന്നത് മൂന്നാമത്തെ ഭാഗത്ത്. മനുഷ്യരുടെ കണക്കിൽ ഇവിടങ്ങൾ കിലോമീറ്ററുകൾ അകലെയായിരുന്നാലും ഖരന്റെ ദിവ്യരൂപത്തിന് അത് ചെറിയ അകലം മാത്രമായിരുന്നു. അവൻ അന്ന് വിശ്രമിച്ച ആ പവിത്രഭൂമിയാണ് ഇന്നത്തെ വൈക്കം ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം. അല്പനേരത്തെ വിശ്രമത്തിനുശേഷം ഖരൻ വീണ്ടും യാത്ര തുടരാനായി എഴുന്നേറ്റു. ആദ്യം വലതുകൈയിലെ ലിംഗം എടുക്കാൻ ശ്രമിച്ചു, പക്ഷേ ലിംഗം മണ്ണിൽ നിന്ന് ഒരു നിമിഷം പോലും അനക്കാൻ സാധിക്കുന്നില്ല. കൂടുതൽ ശക്തി പ്രയോഗിച്ചിട്ടും അതേ ഫലം തന്നെയായിരുന്നു. അവൻ ആശ്ചര്യത്തോടെ വായിൽ വെച്ചിരുന്ന ലിംഗം എടുക്കാൻ ശ്രമിച്ചു, അതും ഉറച്ചുപോയിരുന്നു. ഇടതുകൈയിലെ ലിംഗവും അതുപോലെ. അവൻ ഉടൻ മനസ്സിലാക്കി, ഇത് തന്റെ ശക്തിയുടെ പരിമിതിയല്ലെന്നും മഹാദേവന്റെ ഇഷ്ടമാണ് എന്നും. ഈ ഭൂമി തന്നെ ലിംഗങ്ങളെ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കിയ ഖരന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ടു നിറഞ്ഞു. ദൈവിക ഉത്തരവാദിത്തം പൂർത്തിയായതിന്റെ സന്തോഷവും മഹാദേവന്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിച്ച അദ്ഭുതവും അവനെ ആനന്ദത്തിൽ ആറാടിച്ചു. ഇനി എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. വലതുകൈയിൽ ഉണ്ടായിരുന്ന വിഗ്രഹം പൂജാവിധികളോടെ പ്രാണപ്രതിഷ്ഠ ചെയ്തു. അതാണ് ഇന്നത്തെ വൈക്കം ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠ.
പ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഒരു ദിവ്യപ്രകാശം പ്രത്യക്ഷപ്പെട്ടു. ഭക്തി, സാന്നിധ്യം, ദൈവിക അനുഗ്രഹം എല്ലാം തന്നെ ആ ലിംഗത്തിലേക്ക് പ്രവഹിച്ചു. അങ്ങനെ വലതുകൈയിലെ ശിവലിംഗം ദൈവിക ശക്തി നേടി. ഭക്തന്മാർക്ക് ഇനി അതിൽ ആരാധന നടത്താനും അനുഗ്രഹം അനുഭവിക്കാനും കഴിയും. അതുപോലെ തന്നെ വായിൽ വച്ചിരുന്ന ശിവലിംഗം കടുത്തുരുത്തിയിൽ പ്രതിഷ്ഠ ചെയ്തു. ശേഷം ഏറ്റുമാനൂരിലെ പ്രതിഷ്ഠ ആരംഭിച്ചു. അങ്ങനെ ഖരൻ തന്റെ കൈവശം ഉണ്ടായിരുന്ന അവസാനത്തെ ശിവലിംഗവും പൂർണ്ണഭക്തിയോടെ വിധിയാംവണ്ണം ഏറ്റുമാനൂരിൽ പ്രതിഷ്ഠിച്ചു. തന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ സംതൃപ്തിയോടെ ഖരൻ ഭഗവാനെ സ്തുതിച്ചു. അടുത്ത വീഡിയോയിൽ ഏറ്റുമാനൂരിലെ പ്രതിഷ്ഠയ്ക്കുശേഷം എന്ത് സംഭവിച്ചു എന്നും അതിനു പിന്നാലെ ക്ഷേത്രത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളും ആചാരങ്ങളും വിശേഷങ്ങളും എന്നിവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുമോ എന്ന് ശ്രമിക്കൂ. ഉത്തരങ്ങൾ കമന്റിൽ എഴുതൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കമന്റിൽ ചോദിക്കാൻ മറക്കരുത്. ഖരൻ തപസ് ആരംഭിച്ചതിന്റെ പ്രധാന ഉദ്ദേശ്യം എന്തായിരുന്നു? അധികാരം നേടാൻ, സ്വർണം നേടാൻ, തന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ, ലോകം കീഴടക്കാൻ. തപസ്സിന്റെ അവസാനഘട്ടത്തിൽ ഖരൻ എന്ത് ഭക്ഷിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചത്? ഫലങ്ങൾ, ജലം, വായു, പാൽ. ഖരന്റെ ഭക്തി കണ്ട് ആരാണ് അത്ഭുതപ്പെട്ടത്? മനുഷ്യർ, അസുരന്മാർ, ദേവന്മാർ, ഋഷികൾ. ഭഗവാൻ ശിവൻ ഖരനോട് എന്താണ് ചോദിച്ചത്? നീ ആരാണ്? നിനക്ക് എന്താണ് വേണ്ടത്? നീ എവിടേക്ക് പോകുന്നു? എന്തിനാണ് തപസ്? ഖരൻ ഭഗവാനോട് എന്താണ് അഭ്യർത്ഥിച്ചത്? സമ്പത്ത്, രാജ്യം, ഭഗവാന്റെ സാന്നിധ്യം, അമരത്വം. ഭഗവാൻ ഖരൻ എത്ര ശിവലിംഗങ്ങൾ നൽകി? 1, 2, 3, 4. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ വീഡിയോകളിൽ ശ്രദ്ധിച്ചു കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിച്ച് വിജയം നേടാൻ കഴിയും. കൂടാതെ തടസ്സങ്ങളെ എങ്ങനെ നേരിടാം എന്നും ചിന്തിക്കാം. ഈ ചാനൽ മഹാദേവ ഭക്തിയോടൊപ്പം ഭക്തനെ ആത്മീയമായും മാനസികമായും ശക്തിപ്പെടുത്തുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വെറുതെ കേൾക്കാൻ മാത്രം അല്ല, ചിന്തിക്കാനും പരിശ്രമിക്കാനും ആത്മവിശ്വാസം വളർത്താനും സഹായിക്കുന്ന ഒരു മാർഗമാണ്. മഹാദേവൻ പറയുന്നത് ഇതാണ്: സമയം തന്നെ ശത്രുവല്ല, നമ്മൾ അതിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് വിധിയെ രൂപപ്പെടുത്തുന്നത്. ഇവിടെയാണ് വാമദേവ മുഖത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതാണ്: ഗുളികകാലം പോലും നല്ലതാക്കി മാറ്റാൻ കഴിയും. സാധാരണയായി ഗുളികകാലം ഒരു മോശം സമയമായാണ് പറയപ്പെടുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് പിന്നീട് ആവർത്തിക്കപ്പെടുന്ന പ്രവണതകളായി മാറുന്നത്. ആ സമയം വെറുതെ ഇരിക്കുകയോ നെഗറ്റീവ് ചിന്തകളിൽ മുങ്ങുകയോ ചെയ്താൽ അവ തന്നെയാണ് കൂടുതൽ ശക്തമാകുന്നത്. പക്ഷേ അതേ സമയത്ത് പഠനം, ധ്യാനം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ അവയും തന്നെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടും. വാമദേവൻ നല്ല പ്രവണതകളെ പോഷിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ സൗമ്യത, വളർച്ച, സ്ഥിരത എന്നിവ നൽകുന്ന മഹാദേവന്റെ മുഖമാണ്. അതുകൊണ്ടുതന്നെ ഗുളികകാലം പോലും വാമദേവന്റെ അനുഗ്രഹത്തോടെ നല്ലതിന്റെ തുടക്കമാക്കാൻ കഴിയുന്ന സമയമാണ്. പ്രേക്ഷകരുടെ സൗകര്യാർത്ഥം വിഷയാനുസൃതമായി യൂട്യൂബ് പ്ലേലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സമയം ലഭിക്കുമ്പോൾ അവ തീർച്ചയായും കാണുക. ഈ വീഡിയോകൾ വെറും വിവരങ്ങൾ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ ഉയരുന്ന അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ആത്മീയ വഴികാട്ടികളാണ്. ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ സമയങ്ങളിൽ മനസ്സിനെ ഉറപ്പിക്കുന്ന ശക്തിയാണ് ഇവ. വിശ്വാസം തളരുമ്പോൾ ദൈവവിശ്വാസം വീണ്ടും ഉണർത്തി ഉറപ്പിക്കുന്ന ദീപശിഖയാണ് ഈ പരമ്പര. ഇത് ഒരു സാധാരണ കണ്ടന്റ് അല്ല. നമ്മുടെ ഉള്ളിലെ സംശയങ്ങളെ ശാന്തിയാക്കുന്ന ആത്മീയ സംഭാഷണമാണ്. കാണുക, ചിന്തിക്കുക, അനുഭവിക്കുക. നിങ്ങളുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകട്ടെ. നിങ്ങൾ ഇതുവരെ കാണാത്ത ആത്മീയ അനുഭവങ്ങളുമായി ഇനി ഈ ചാനൽ മുന്നോട്ടു പോകുന്നു. ഈ യാത്രയ്ക്ക് ശക്തിയും പ്രോത്സാഹനവും നൽകിയ ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഈ ശ്രമത്തിന്റെ പ്രാണൻ. ഈ പരിശുദ്ധ ദൗത്യത്തിന് ദിവ്യപ്രചോദനവും ആത്മീയ ശക്തിയും നൽകി എന്റെ ഹൃദയത്തിൽ എന്നും ഒരു ദീപം തെളിയിക്കുന്ന ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹത്തിനും എന്റെ ഹൃദയത്തിൽ നിന്നും ശതകോടി പ്രണാമം. ഇത് വെറും തുടക്കം. ഇനി വരാനിരിക്കുന്നത്
ആഴത്തിലുള്ള സന്ദേശങ്ങൾ, ആത്മാവിനെ ഉണർത്തുന്ന അനുഭവങ്ങൾ, വിശ്വാസത്തെ അടിത്തറയിൽ നിന്ന് ശക്തിപ്പെടുത്തുന്ന കഥകൾ. ഭഗവാൻ ചിന്തിക്കുന്നത് ഭക്തന്റെ സന്തോഷത്തെ. മഹാദേവൻ ഭക്തനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. അവന്റെ സന്തോഷവും ദുഃഖവും ആശങ്കകളും മനസ്സിലാക്കുന്നു. ഭക്തനും മഹാദേവനും തമ്മിൽ പരസ്പരം ഒരു നല്ല ബന്ധം സൃഷ്ടിക്കപ്പെടുന്നു. ഈ ബന്ധം ജീവിതത്തെ നല്ല അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു. ജീവിതത്തിലെ ഓരോ നല്ല സമയവും മോശം സമയവും ഗുരുക്കന്മാരാണ്. പ്രത്യേകിച്ച് കഠിന സമയങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ് വരുന്നത്. അവയിൽ നിന്ന് പഠിച്ച് മഹാദേവനിൽ വിശ്വാസം നിലനിർത്തി ധൈര്യത്തോടെ ജീവിതത്തെ നേരിടുകയാണ് നമ്മുടെ ധർമ്മം. മഹാദേവൻ നമ്മളെ പരീക്ഷിക്കുന്നില്ല, നമ്മളെ ശക്തരാക്കുകയാണ്. മഹാദേവന്റെ മഹത്വം ഒരു ജന്മം കൊണ്ടുപോലും മുഴുവൻ പറയാനാവില്ല, അത്രയേറെ ആഴമുള്ളതാണ് ശിവതത്വത്തിന്റെ മഹിമ. ഈ വീഡിയോയുടെ അവസാനത്തിൽ യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി 15 മിനിറ്റ് ധ്യാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മനസ്സിന് പോസിറ്റീവ് എനർജി നൽകുകയും സമ്മർദ്ദം, ആശങ്ക, അമിതചിന്ത എന്നിവ കുറയ്ക്കാനും സഹായിക്കും. ആദ്യമായി ധ്യാനം ചെയ്യുന്നവർ 1 മിനിറ്റിൽ നിന്ന് തുടങ്ങുക. ആദ്യ ദിവസം 1 മിനിറ്റ്, അടുത്ത ദിവസം 2 മിനിറ്റ് എന്നിങ്ങനെ ക്രമമായി കൂട്ടാം. പ്രേക്ഷകർക്ക് സൗകര്യമാകാൻ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും സ്ക്രീനിൽ സമയം കാണിക്കും. ശരീരത്തിലെ എല്ലാ രക്തധമനികളിലും ഉണർവ് സൃഷ്ടിക്കുകയും ഹൃദയാരോഗ്യവും രക്തസമ്മർദ്ദവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നിയന്ത്രിതമായ ശ്വാസക്രമം ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശ്വാസതടസ്സം പോലുള്ള അസുഖങ്ങൾ കുറയാൻ സഹായകരമാകുകയും ചെയ്യുന്നു. ഈ ധ്യാനം ഉറക്കത്തിന്റെ ഗുണനിലവാരം ഉയർത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ പ്രാണവായുവിന്റെ പ്രവാഹം സജീവമാക്കുകയും ചെയ്യുന്നു. 10 സെക്കൻഡ് ഇടവേളയിൽ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 30 തവണ ജപിക്കുന്ന രീതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ മിനിറ്റിലും പുതിയ മിനിറ്റിന്റെ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഇത് മാനസിക സ്ഥിരതയും ആത്മീയ ശാന്തിയും ആന്തരിക സമതുലിതാവസ്ഥയും കൈവരിക്കാൻ സഹായിക്കുന്നു. ഇത് യോഗയിലെ ഒരു അടിസ്ഥാന പ്രാക്ടീസ് ആണ്. ഭക്തിയോടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും. മനസ്സ് ശാന്തമാകട്ടെ, ചിന്തകൾ നിലയ്ക്കട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു. യോഗ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് തുടരാം. Om Namah Shivaya. 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 Om Namah Shivaya.
शिवाय ॐ नमः 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 शिवाय ॐ नमः
शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः
शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय